കൊല്ലത്ത് ക്ഷേത്രത്തിൽ ചമയവിളക്കെടുക്കുന്നതിനിടെ രഥത്തിൻ്റെ അടിയിൽപ്പെട്ട ഒരു 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം എന്നൊരു വാർത്തയാണ്. തേക്കുഭാഗം പാറശ്ശേരിയിൽ രമേശൻ്റെ മകൾ ക്ഷേത്രയാണ് മരിച്ചത്. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്കിനോടനുബന്ധിച്ച് രഥം വലിക്കുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. വളരെ ദാരുണമായൊരു സംഭവം. നമുക്ക് ആ വാർത്ത വായിക്കുമ്പോൾ തന്നെ ആ വാർത്തയുടെ ദൈന്യത എന്താണെന്ന് നമുക്ക് ബോധ്യമാവും. 5 വയസ്സ് മാത്രമേ ആ കുഞ്ഞിനുള്ളൂ. ദിലീപ് ദേവസി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, വളരെ നിർഭാഗ്യകരമായ സംഭവം. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? എങ്ങനെയാണ് ഈ കുഞ്ഞ് രഥത്തിൻ്റെ അടിയിൽപ്പെട്ടത്? ഡോക്ടർ അരുൺകുമാർ, വളരെ നിർഭാഗ്യകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പുലർച്ചെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ രഥം വലിക്കുന്നതിനിടെയാണ് 5 വയസ്സുകാരി ക്ഷേത്ര ഈ രഥത്തിനടിയിൽപ്പെട്ട് മരിക്കുന്നത്. കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിതാവിനൊപ്പം തന്നെ രഥം വലിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, കുട്ടിയുടെ പിതാവിനൊപ്പം കുട്ടി രഥം വലിക്കാൻ ഇറങ്ങിയിരുന്നു. ആ സമയത്ത് രഥത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അപകടമുണ്ടായത്. അങ്ങനെ കുട്ടിയുടെ ദേഹത്ത് രഥം കയറി ഇറങ്ങി എന്നാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഈ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി എത്തുന്ന, ചമയവിളക്കെടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെത്തുന്ന, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന നിരവധി പേരെത്തുന്ന ഒരു ഉത്സവമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നടന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇതിൻ്റെ സമാപനം. ഈ സമയത്ത്, പുലർച്ചെ സമയത്തായിരുന്നു ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. കുട്ടി രഥം വലിക്കുന്നതിനിടെ രഥത്തിനിടയിൽപ്പെട്ട് പരിക്കേൽക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിപ്പിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ഈ രമേശൻ്റെ മകളാണ്, ചവറ സ്വദേശിയായ രമേശൻ്റെ മകളാണ്. സാധാരണ ഉണ്ടാവാറുള്ള ഒരു സ്ഥലമാണ് ഈ കൊറ്റംകുളങ്ങരയിൽ, പ്രത്യേകിച്ച് ഈ ചമയ വിളക്കെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധിയാർജിച്ച ഉത്സവമാണ്. വലിയ തിരക്കുണ്ടാവും, പലപ്പോഴും നിയന്ത്രണാതീതമാവും. അപ്പോൾ ഈ കുഞ്ഞൊരു പക്ഷേ രഥം വലിക്കുന്നതിന് തൊട്ടടുത്ത് നിൽക്കുകയായിരുന്നിരിക്കണം, അല്ലേ? തീർച്ചയായിട്ടും അരുൺകുമാർ, നിരവധി പേരെത്തുന്ന ക്ഷേത്ര ഉത്സവമാണ് ഈ കൊറ്റംകുളങ്ങര ഭഗവതി ദേവീക്ഷേത്രത്തിലെ ഉത്സവം. നിരവധി പേരെത്തുന്നതാണ്. അവിടെ കുട്ടിയും പിതാവും, നമ്മളിപ്പോൾ ക്ഷേത്ര ഭാരവാഹികളുമായി, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇങ്ങനെയാണ്. കുട്ടിയും പിതാവും രഥം വലിക്കാനുണ്ടായിരുന്നു. പക്ഷേ പിതാവിന് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ പിതാവിന് കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ രഥം കുട്ടിയുടെ ദേഹത്തു കൂടെ കയറി ഇറങ്ങിയെന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളടക്കം പറയുന്നത് നിരവധി പേര്, അതായത് ഈ കുഞ്ഞ് അച്ഛൻ്റെ കയ്യിലായിരുന്നിരിക്കണം ആ സമയത്ത്. വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. രമേശൻ എന്ന് പറയുന്ന അച്ഛൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി പോവുകയും ഈ രഥത്തിൻ്റെ ചക്രത്തിൻ്റെ അടിയിൽ പെടുകയുമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്, അല്ലേ ദിലീപ്? തീർച്ചയായിട്ടും അരുൺകുമാർ, ഈ രഥത്തിൻ്റെ ഇവിടെ പറയുന്നത് കെട്ടുകാള എന്നാണ് പറയുന്നത്. കെട്ടുകുതിര, കെട്ടുകാള, അങ്ങനെയാണ് ഈ രഥത്തിന് പേര് പറയുന്നത്. അങ്ങനെ ഇത് ഒരു കുട്ടി, 5 വയസ്സുകാരി കുട്ടിയുടെ ഹൈറ്റിനും മുകളിലായിരിക്കും അതിൻ്റെ കയറുണ്ടാകുക, കമ്പം കെട്ടി വലിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഒരു പക്ഷേ കുട്ടിക്ക് മുകളിലേക്ക് കൈയെത്താനോ അല്ലെങ്കിൽ ആ കയർ പിടിക്കാനോ അല്ലെങ്കിൽ ആ പൈപ്പ് പിടിക്കാനോ ഒരു പക്ഷേ സാധിച്ചിരിക്കില്ല. അങ്ങനെ കുട്ടിയുടെ പിതാവ് രഥം വലിച്ചിട്ടുണ്ടാകും. കുട്ടി ഒരു പക്ഷേ ഇതിൻ്റെ ഇടയിൽ പിതാവിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഈ സാഹചര്യത്തിൽ നമുക്ക് പിതാവിനോട് പ്രതികരണം ചോദിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് 2 തരത്തിലുള്ള രഥങ്ങൾ അവിടെ വലിക്കുന്നുണ്ട്. ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആ സംഭവ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അപകടം നടന്ന ഉടൻ തന്നെ കുട്ടിയെയും കൊണ്ട് കൊല്ലത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ കുട്ടിയെ രക്ഷിക്കാനായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര ഭാരവാഹികളടക്കം ഈ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ ഈ സ്വകാര്യ ആശുപത്രിയിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വിവരങ്ങൾ ലഭിക്കും. എന്തായാലും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ്. 5 വയസ്സുകാരി ക്ഷേത്രത്തിൽ ചമയവിളക്കെടുക്കുന്നതിനിടെ രഥത്തിനടിയിൽപ്പെട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ആ ക്ഷേത്ര ഉത്സവത്തിന് പോയതാണ്. സാധാരണ ഇത്തരം ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരം സ്ഥലങ്ങളിൽ കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണം ഉണ്ടാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങൾ, ആന എഴുന്നള്ളിക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ ഇതേപോലെ ചമയവിളക്കെടുക്കുമ്പോൾ രഥോത്സവം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വടം കെട്ടിയൊക്കെ 2 വശങ്ങളിലും വഴിയൊക്കെ കൃത്യമായി ക്രമീകരിച്ചിട്ടായിരിക്കും ഇത് നടത്തുക. അപ്പോൾ അങ്ങനെ ക്രമീകരണങ്ങളൊന്നും ഈ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരുന്നില്ലേ? അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്?
അരുൺകുമാർ, ഈ രഥം വരുന്ന വഴിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഒരു ധാരണ എനിക്ക് ലഭിച്ചിട്ടില്ല. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുമായി സംസാരിക്കുന്നു. അവർ അല്പസമയത്തിനകം ഇവിടെ എത്താമെന്ന് പറയുന്നു. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ തിരക്കുണ്ടാകുന്ന സ്ഥലത്ത് കുട്ടികളെ നിയന്ത്രിക്കുന്നത് പതിവുണ്ട്. ഈ സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കൊച്ചു കുട്ടികളടക്കം സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. ഞാൻ ഈ ഉത്സവത്തിന് അവിടെ ചെന്നപ്പോൾ കണ്ടത് കൊച്ചു കുട്ടികൾ, ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വേഷം കെട്ടി ചമയവിളക്കെടുക്കാറുണ്ട്. അത്തരത്തിൽ ചമയവിളക്കെടുക്കുമ്പോൾ ഇന്ന് പുലർച്ചെ ഈ ചമയവിളക്കിൻ്റെ സമാപനമാണ്. ഇന്നാണ് ഉത്സവം, ക്ഷേത്രത്തിൽ ഉത്സവം സമാപിക്കുന്ന ദിവസം ഇന്നാണ്. ഒരു പക്ഷേ ആ കുട്ടിയുടെ സഹോദരനോടൊപ്പമോ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെ ഒപ്പമോ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു പക്ഷേ ഈ രഥം വലിക്കുക എന്നുള്ളത് ചിലപ്പോൾ നേർച്ചയായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു നേർച്ച നേരുന്നവരുണ്ട്. ഇത്ര സമയം രഥം വലിച്ചേക്കാം, അല്ലെങ്കിൽ വിളക്കെടുക്കാം, 8 തിരിയുള്ള വിളക്ക്, 5 തിരിയുള്ള വിളക്ക്, അങ്ങനെയുള്ള വിളക്കെടുക്കാം എന്നൊക്കെ നേർച്ച നേരുന്നവരുണ്ട്. അത് ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഒരു പക്ഷേ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. എന്തായാലും കുട്ടിയുടെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കുട്ടി ഈ രഥത്തിൻ്റെ അടിയിലേക്ക് പെട്ടുപോയതെന്നാണ് നമ്മളോടിപ്പം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. വലിയ ഒരു ദുഃഖകരമായ വാർത്ത. ഈ നിരവധി പേര്, അതായത് വലിയൊരു തിരക്കുണ്ടാവുകയും ആ തിരക്കുണ്ടാവുന്ന സമയത്ത് ഈ കുഞ്ഞിനെയുമായിട്ട് രക്ഷിതാവ് രമേശൻ അവിടെ ഉണ്ടാവുകയും ചെയ്തിരിക്കണം. ആ തിരക്കിനിടയിൽ ഈ കുഞ്ഞു പെട്ട് രഥത്തിൻ്റെ ചക്രത്തിനടിയിലേക്ക് പോയി. എനിക്കൊന്ന് വലിയ ഭാരമുള്ള രഥമാണ് ഈ എഴുന്നള്ളിക്കുന്നത്. ഈ കാള എടുക്കുക എന്നാണ് അവിടെയൊക്കെ പറയുക. കാളയെടുപ്പ് മഹോത്സവം എന്നാണ് പല ക്ഷേത്രങ്ങളിലും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വലിയ ഭാരമുള്ള രഥത്തിൻ്റെ ചുവട്ടിൽ ഈ 5 വയസ്സുള്ള കുഞ്ഞ് പെട്ടുപോകുമ്പോഴുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല, അല്ലേ?